ആലുവ നഗരത്തിൽ ശീതീകരിച്ച ജൈവ മാലിന്യ സംസ്കരണ ബൂത്തുകളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ നഗരസഭയുടെ ബജറ്റിൽ പദ്ധതി തയ്യാറാക്കി. നഗരസഭ ഉപാധ്യക്ഷ സൈജി ജോളി അവതരിപ്പിച്ച ബജറ്റിലാണ് പ്രഖ്യാപനം. യൂസർ ഫീ ഈടാക്കിയായിരിക്കും റോബോബിൻ എന്ന ഈ പദ്ധതി നടപ്പിലാക്കുക. ആലുവ നഗരത്തിൽ ശീതീകരിച്ച ജൈവമാലിന്യ സംസ്കരണ ബൂത്തുകളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള പദ്ധതി നഗരസഭയുടെ ബജറ്റിൽ തയ്യാറാക്കി. യൂസർ ഫീ ഈടാക്കിയായിരിക്കും റോബോബിൻ എന്ന ഈ പദ്ധതി നടപ്പിലാക്കുക. നഗരസഭ ഉപാധ്യക്ഷ സൈജി ജോളി അവതരിപ്പിച്ച ബജറ്റിലായിരുന്നു പ്രഖ്യാപനം നടത്തിയത്. കലകളുമായി സ്ഥിതി ചെയ്യുന്ന ആലുവ നഗരസഭയ്ക്ക് പെരിയാർ മാലിന്യമുക്തമാക്കുന്നതിനുള്ള ധാർമ്മിക ബാധ്യതയുടെയും ഉത്തരവാദിത്വത്തിന്റെയും പ്രതിഫലമായി കൈക്കൊണ്ടുവരുന്ന നടപടികളുടെ ഭാഗം കൂടിയാണ് സിറ്റി സാനിറ്റേഷൻ പ്ലാൻ. ജൈവമാലിന്യ സംസ്കരണ രംഗത്ത് ആലുവ മാതൃകയായി ഉയർത്തിക്കാട്ടി ഓഫീസ് അങ്കണത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ATM കൗണ്ടറിന്റെ വലുപ്പത്തിലുള്ള ശീതീകരിച്ച ജൈവമാലിന്യ സംസ്കരണ ബൂത്തിന്റെ പരീക്ഷണ പ്രവർത്തനം വിജയകരമായി നടന്നുവരികയാണ്. റോബോബിൻ റോബോട്ടിക് ഇക്കോസിസ്റ്റം എന്ന സ്ഥാപനവും നഗരസഭയും സംയുക്തമായി ആവിഷ്കരിച്ചിട്ടുള്ള ഈ പദ്ധതി നഗരസഭാ പ്രദേശത്ത് വ്യാപകമാക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. ബജറ്റ് യോഗത്തിൽ നഗരസഭാ ചെയർമാൻ MO ജോൺ അധ്യക്ഷത വഹിച്ചു. 2.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആലുവ നഗരസഭാ മന്ദിരത്തിൽ ഗ്രീൻ എനർജി സോളാർ പാനലുകളും അശോകപുരത്തെ ശ്മശാനത്തിൽ ഗ്യാസ് ക്രിമിറ്റോറിയവും സ്ഥാപിക്കും. രാജീവ് ഗാന്ധി മുനിസിപ്പൽ ബസ് ടെർമിനസിന്റെ പ്രവേശന ഭാഗം സൗന്ദര്യവൽക്കരിക്കും. അൻവർ പാലിയേറ്റീവിനോട് ചേർന്നുള്ള മുനിസിപ്പൽ സെക്രട്ടറിയുടെ ക്വാർട്ടേഴ്സ് പൊളിച്ച ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുമെന്നും ഇതിനായി KURDFCയിൽ നിന്നും 5 കോടി രൂപ വായ്പയെടുക്കും. നഗരസഭയുടെ ഹാൾ ശീതീകരിക്കും. തൈനോത്ത് നിവാസികളുടെ ഗതാഗത പ്രശ്നം പരിഹരിക്കുമെന്നിങ്ങനെയുള്ള അനവധി കാര്യങ്ങളാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗാന്ധി സ്ക്വയർ നവീകരിക്കാൻ 5 ലക്ഷം രൂപയും വകയിരുത്തി. പെരിയാറിനെ ശുദ്ധീകരിക്കാൻ സിറ്റി സാനിറ്റേഷൻ പ്ലാൻ തയ്യാറാക്കുമെന്നും ഇതിന്റെ രൂപരേഖ തയ്യാറാക്കി വരികയാണെന്നും വൈസ് ചെയർമാൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.